ഇവളുടെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓ, അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി നോക്കണമെന്നാണ് ഇവൾക്ക്. നീ എന്തെങ്കിലും ഒന്ന് ചോദിക്കടാ. ഈ ടീച്ചർ ജോലി നല്ല രസമുള്ള കാര്യമല്ലേ? ഞാൻ പത്മയോടാ ചോദിച്ചത്. നല്ലതാ. കുട്ടികളായിട്ട് ഇടപെടുമ്പോ നല്ല രസമാ. പത്മയ്ക്ക് വേറെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഐ മീൻ ഈ സംഗീതം, നൃത്തം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറച്ച് വായിക്കും, അത്രേ ഉള്ളൂ. ഗുഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയാലോ. ഇവൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മൂത്ത മകളെയാ, പത്മയെ. എന്തൊക്കെ നിങ്ങളീ പറയുന്നേ? ഇവന്റെ കാര്യത്തിൽ ഇന്നുവരെ ഇവനെടുത്ത ഒരു തീരുമാനവും തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാൽ പോലും. കുട്ടികളെ രണ്ടാളെയും കണ്ടപ്പോ അവൻ അങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ കാണാൻ വന്ന ജ്യോതിയല്ലേ? ഞാൻ അവളുടെ അടുത്ത് നിന്നതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്? അങ്ങനെയുള്ളവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിലും കാര്യമില്ല. വേറൊരാളെ കാണുമ്പോഴും ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയാലോ? മോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇവിടെ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. സുജാതെ, ഞങ്ങൾ കാര്യമായിട്ടാ പറയുന്നത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മൂത്ത മകളുമായിട്ട് ഈ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്ത്രീധനായിട്ട് ഒരു പൈസയും വേണ്ട. എനിക്ക് പെൺകുട്ടിയെ മാത്രം മതി. അമ്മേ, അവരോട് ഇറങ്ങി പോവാൻ പറ. മോളെ, ഇവര് നല്ലവരാണെന്ന് അമ്മ കരുതുന്നുണ്ടോ? മകന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അച്ഛനും അമ്മയാവാൻ എളുപ്പാ. പക്ഷെ ഒരുങ്ങി വന്നിരിക്കുന്ന എന്റെ അനുജത്തിയുടെ കണ്ണ് കലങ്ങിയ ഇവർക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരോട് മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. മോളെ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഇത് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ പോയിക്കോ. നിങ്ങളുടെ വിവാഹാലോചന ഈ കുടുംബത്തിന് ആവശ്യമില്ല. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങാം. നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കാനേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മകനൊരാഗ്രഹം തോന്നി, അവനത് മറച്ചു വെക്കാതെ പറഞ്ഞു.
ഞങ്ങളങ്ങ് പോയേക്കാം. പക്ഷേ മൂത്ത മകളെ വീട്ടിൽ നിർത്തി ഇളയ മകളെ കല്യാണം കഴിച്ചു വിടുന്ന ഏർപ്പാട് അത്ര നല്ലതൊന്നും അല്ല. മൂത്ത മകൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇളയ മകളുടെ കല്യാണം നടക്കാനും പോകുന്നില്ല. என்னம்மா நீங்க இந்த வீட்டுல கேറി வந்த ஆள்கார் தானே? இந்த குடும்பத்தில் ஒரு அபிப்பிராயம் சொல்ல வேண்டிய அவசியம் നിങ്ങൾക്ക് ഇല്ല. ശരവണ, அம்மா இவர் അവര് പൊയ്ക്കോട്ടെ. വാ നടക്ക്. പോയേക്കാം. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇതിനല്ലേ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചത്? ഇനി എപ്പോഴാ പുതിയ ആളുകൾ വരുന്നത്? ഇന്ന് തന്നെ ഉണ്ടോ? അത് ജ്യോതി, എനിക്കൊന്നും കേക്കണ്ട. ഒരു കൂട്ടര് വീട്ടിൽ വരുന്നതിന് മുന്നേ അവരോട് നേരെ ചൊവ്വെ കാര്യങ്ങൾ പറയണ്ടേ അമ്മേ? ഞാൻ പറയാഞ്ഞിട്ടാണോ? അവരിങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എവളവോ പേസി പേസി അവസാനം ജ്യോതി സമ്മതിച്ചതാ. அது இந்த வழியாச்சு. என்னம்மா நம்ம குடும்பத்துக்கு ஒரு சொசதை இல்லையா? ശിക്ഷിച്ചു മതിയായിട്ടില്ല ദൈവങ്ങൾക്ക്. എന്നാ പിന്നെ കൊന്നൂടെ? അമ്മേ, ആര് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവർ പറയുന്നത് നേരെ. നിത്യേച്ചി വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോൾ എന്നെ ആരും വിവാഹം കഴിക്കില്ല. നിത്യേച്ചി ഒരു വിവാഹത്തിന് നിർബന്ധിക്കാനും പറ്റില്ല. അനുഭവിച്ചതൊന്നും നിസ്സാരമല്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് വലിയ പ്രയാസമാണ്. ഒരു ഗുണമില്ലാത്ത ഞാനെന്തിനാ ഈ കുടുംബത്തിനൊരു ബാധ്യതയാവുന്നേ? ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ എനിക്കിനി ഒരു ജീവിതം ഉണ്ടാവുമോ? ഇപ്പം ശരിക്കും ഒരു ബാധ്യതയാണ്.
ടീച്ചിക്കും. രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാണ്. എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ആരും അന്വേഷിച്ച് വരണ്ട. ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. വരുന്നവർ കയ്യിൽ വാളും പിടിച്ചോണ്ടാ വരുന്നത്. ബാക്കിയുള്ളവരുടെ മനസ്സ് വെട്ടിമുറിക്കാം. മുറിവ് ഏൽപ്പിച്ചിട്ട് അവർക്കങ്ങ് പോവാം. പക്ഷെ കിടന്ന് കരയുന്നത് ബാക്കിയുള്ളവരല്ലേ. അച്ഛനും അമ്മയും മോനും കൂടി കെട്ടി എഴുന്നള്ളി വന്നിരിക്കുക. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അപ്പൊ തന്നെ നടത്തി കൊടുക്കണം പോലും. ഞാൻ കണ്ടിട്ടില്ലല്ലോ മക്കളെയും മക്കളുടെ ആഗ്രഹങ്ങളും ഒന്നും. എന്താ അമ്മേത്? അമ്മത് എന്തൊക്കെയാ പറയുന്നേ? വേറെ ആരോടാ ഞാൻ എന്റെ സങ്കടം പറയുന്നത്? ആരും അതിന് ഒരു വിലയും തരില്ലല്ലോ. ഈ പാത്രങ്ങളോടാവുമ്പോ അവറ്റകളെ ധിക്കാരൊന്നും പറയില്ലല്ലോ. എന്താ അമ്മേ? വന്നവർ അവരുടെ വഴിക്ക് പോയി. നമ്മൾ ആ കാര്യം മറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എനിക്കെങ്ങനെ മറക്കാൻ പറ്റില്ല? അവര് പോയപ്പോ പറഞ്ഞത് കേട്ടില്ലേ? നീ ഇങ്ങനെ നിൽക്കുമ്പോ ജ്യോതിയുടെ വിവാഹം നടക്കില്ലെന്ന്. അമ്മേ, അത് ഒരു കൂട്ടരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നാട്ടു നടപ്പ് അങ്ങനെയാണ്. അതിന്ന് എനിക്കും നിനക്കുമായിട്ട് പ്രത്യേകിച്ച് മാറി നടക്കാൻ വഴിയൊന്നുമില്ല. എപ്പോഴാ വീണു പോകാന്ന് ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമല്ലോ എന്ന് വിചാരിച്ച നെഞ്ചിലുള്ളതെല്ലാം അടക്കി പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. അതാർക്കാ മനസ്സിലാവുന്നത്? എല്ലാം മനസ്സിലാവുന്ന നിനക്ക് പോലും അത് മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞ് വീണ്ടും എന്റെ വിവാഹകാര്യത്തിലേക്കാണെങ്കിൽ നിന്റെ വിവാഹകാര്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കാര്യം നീ മനസ്സിലാക്കണം. രഘുവേട്ടന് പോലും പിടികൊടുക്കാതെ നിങ്ങളുമായിട്ട് ഓടി നടന്ന് കൈകാലുകൾക്കും മനസ്സിനും നല്ല തളർച്ചയാ. ഇനി അധിക കാലമൊന്നും ഇല്ല. അതെന്റെ മനസ്സ് പറയുന്നുണ്ട്. ദേ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്റെ അടുത്ത് ഒറ്റ മാർഗമേ ഉള്ളൂ. നിന്നെയും കൊണ്ടുപോയി ശിവാനന്ദനെ ഏൽപ്പിക്കാം. നിന്റെ ചെറിയച്ഛനെ. അവര് തീരുമാനിക്കട്ടെ നിന്റെ കാര്യം. അപ്പോ എന്നെ കൂടെ നിർത്തി മതിയായല്ലേ? മതിയായി. എനിക്കിങ്ങനെ ഉള്ളിലും പുറത്തും കനലായിട്ട് നടക്കാൻ വയ്യ. അമ്മേ, എപ്പോഴും നീ പറയുമല്ലോ ജ്യോതിയുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറാണെന്ന്. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ. അവളെ ഒരാളുടെ കൈപിടിച്ചു കൊടുക്കാൻ വേണ്ടിയാ. അതിനു വേണ്ടിയെങ്കിലും ഒരു കല്യാണത്തിന് നിനക്ക് തയ്യാറായിക്കൂടെ? അത് അമ്മേ, എനിക്ക് കുറച്ച് സമയം തന്ന സമയം ഒരുപാട് കൂടുതലാ. ഇനിയും നീ ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരെ വീണ് ചത്തുപോവും. അതാ ഉണ്ടാവുക. ഓടിയതും ഒളിച്ചതും ഒക്കെ വെറുതെ ആവും. വെറുതെ.
അവിടെ കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചേ. അവൾ എവിടെ പോവാന്? നീ ആദ്യമോനോട് ചോദിച്ചേ. ശരവണ, ജ്യോതിയെ കണ്ടായിരുന്നോ? ഇല്ലേ, എന്നാച്ച്? അവൾ ഇവിടെ എവിടെയും കാണുന്നില്ല. എന്നെ? അപ്പോ ആദ്യം എവിടെ? മോൻ അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. ശരവണ, നീ ഒന്ന് നോക്ക്. ശരിയമ്മ. അമ്മേ, ഇനി അപ്പുറത്തെ വീട്ടിലേക്ക് എങ്ങനെ പോയി കാണോ? എന്നാ ഞാനിന്ന് പോയി ചോദിക്കട്ടെ. ആ. ആ എന്താ സുജാതെ? മോളുണ്ടോ ഇവിടെ? ആര്? പത്മമോളോ? അല്ല, ജ്യോതി. ജ്യോതി ഇല്ല. എന്തു പറ്റി? മോള് വീട്ടിലില്ല. ഇങ്ങോട്ടെങ്ങാനും വന്നോ എന്ന് സംശയിച്ചു. ഈ അല്ലേ? ഇല്ല. ശരി. സുജാതെ, ഒരു മിനിറ്റ്. എന്താ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല, പുറത്തെങ്ങാനും പോയതായിരിക്കും. പക്ഷെ പറയാതെ അവളങ്ങനെ ഒരിടത്തും പോവാറില്ല. അതുകൊണ്ടാ ഒരു... അമ്മേ, അമ്മേ, ഇതൊന്ന് നോക്കി. എന്താ മോളെ പറ്റിയത്? ഈ കത്തിലെന്തുവാ? ജ്യോതി ഇവിടെ അടുത്തുള്ള ആനന്ദാശ്രമത്തിലേക്ക് പോവാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അവിടെയാണ് തിരിച്ചു വരില്ലെന്നും കത്തിലുണ്ട്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതും ഇത്ര ചെറുപ്പത്തില്? എന്താ സുജാതെ പറ്റിയത്? ഞാൻ എന്താ പറയാ? നിങ്ങളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം കൂടി നിങ്ങളോടിപ്പോ പറയാൻ എനിക്കാവില്ല. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറയാം. ജ്യോതി നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോള്. അമ്മ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മേ, അമ്മേ, ടീച്ചറെ,